ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഔട്ടിങ്ങിന് പോകാൻ ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് ഒരു മാസമായിട്ട് വിചാരിച്ച കാര്യമാണ് ഇന്നാണ് നടന്നു കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു മൂവി കാണുക, കൂട്ടത്തിൽ നമ്മുടെ മെയിൻ ലക്ഷ്യമായ ഫുഡ് അടിക്കണം. അപ്പോൾ എല്ലാവരും വായോ, നമുക്ക് വീഡിയോസ് ഫുൾ കാണാം. ഇത് മറ്റുള്ള മാറ്റിയെടുത്ത ഡ്രസ്സാണ്, അത് നമ്മളിന്ന് മച്ച്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇൻട്രോ കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കരുത്. ആദ്യമായിട്ടായതുകൊണ്ടുള്ള എല്ലാ കുഴപ്പങ്ങളും ആ ഇൻട്രോയ്ക്കകത്തുണ്ട് കേട്ടോ. പിന്നെന്താ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഇൻട്രോയ്ക്കകത്ത് പറഞ്ഞതുപോലെ ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ കളങ്കാവൽ കാണാൻ പോവാണ്. ഞാനും വിഷയമായിട്ടും കൂടെ എപ്പോൾ സിനിമയ്ക്കോ ആയാലും കുറേ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ കാണാറുള്ളൂ. അല്ലാത്ത ഫാമിലി മൂവി ഇറങ്ങുന്ന സമയത്തൊന്നും ഞങ്ങൾക്ക് പോകാനും പറ്റത്തില്ലായിരിക്കും. അങ്ങനെ ഞങ്ങൾ നമ്മുടെ എംലാലിലെത്തി. അത് ഞങ്ങൾക്കുള്ള ഏക ഗുണം അടുത്ത തിയേറ്റർ ഉണ്ടെന്നുള്ളതാണ്. SN ഉണ്ട്, എംലാലും ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 11:30 ഷോ ആണ് ബുക്ക് ചെയ്തത്. കാര്യം ഇശാൻകുട്ടൻ ഇല്ലാത്ത സമയത്താണ് നമുക്ക് പോകാൻ. കാര്യം അവനെയും കൊണ്ട് പോകാൻ പറ്റത്തില്ല. അവനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സിനിമയും കാണാൻ പറ്റത്തില്ല. അവൻ അവിടെ ഇരുന്ന് ആ തിയേറ്ററിലുള്ളവരെ മൊത്തം ശല്യപ്പെടുത്തുകയും ചെയ്യും. അപ്പം നമ്മൾ രാവിലെ അവനെ ഇശാൻകുട്ടനെ അംഗനവാടിയിലൊക്കെ വിട്ടിട്ട് നേരെ തിയേറ്ററിലെത്തി. തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ സിനിമ കാണുന്നതിനേക്കാളും മുഖ്യം ഞങ്ങൾക്ക് ഈ പോപ്കോൺ തരുന്നതാണ് ഗൈസ്. 2 ലാർജ് പോപ്കോൺ തന്നെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നിയായിരുന്നു ഇത് വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന്. കാര്യം ഞാൻ പകുതി നിന്നിട്ട് ബാക്കി വിഷ്ണുട്ടന് കൊടുക്കുമായിരുന്നു. ഇതാണ് നമ്മൾ കാണാൻ വന്ന സിനിമ കളങ്കാവൽ. ആദ്യമായിട്ടാണ് നായകൻ, അല്ലെങ്കിൽ വേണ്ട കഥ പറയണ്ട. പിന്നെന്തോ ഗൈസ്, നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ സ്ലോ മോഷനിൽ വിഷ്ണുട്ടൻ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ സിനിമ ഏതായാലും പോപ്കോൺ തിന്നുക, ജ്യൂസ് കുടിക്കുക, കോഫി കുടിക്കുക, അവിടുത്തെ ബർഗർ തിന്നുക, പിന്നെ താഴത്തെ കടയിൽ അല്ലെങ്കിൽ ന്യൂലാൻഡിൽ ഈ എവിടെയെങ്കിലും കയറി ഫുഡ് അടിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. പിന്നെ ഞങ്ങൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒത്തിരി സമയമുള്ളതുകൊണ്ട് ഒരു സെൽഫിയൊക്കെ എടുത്തു ഗൈസ്. പിന്നെ ഇതേ കളങ്കാവൽ നല്ല സിനിമയായിട്ടോ, കുഴപ്പമില്ല. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ സസ്പെൻസ് അവിടെ കണ്ടിരിക്കാം. അടുത്ത എന്താണ് ഇപ്പോൾ പിടിക്കപ്പെടുമെന്നൊക്കെ കണ്ടിരിക്കാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കഴിഞ്ഞ് 2 മണിയായി. അപ്പോൾ നേരെ സഞ്ചാരി ഷെഫ് പിള്ളയുടെ കടയിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം കഴിഞ്ഞ് ഞങ്ങളുടെ ആനിവേഴ്സറിക്കാണ് വന്നത്. അന്നേരം ഞങ്ങൾ മുട്ടയപ്പവും ഫിഷ് നിർവ്വാണയും കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അത് കഴിക്കേണ്ട, വെറൈറ്റിക്ക് വേറെ എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് ഈ പ്രാവശ്യം ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. ഇതേ മോഹൻലാലൊക്കെ ആയിട്ടുള്ള ഫോട്ടോ ഉണ്ട്. മോഹൻലാലാണ് ഇത് ഉദ്ഘാടനം ചെയ്യാനൊക്കെ വന്നത്. അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറ് എത്തിയിരിക്കുകയാണ്. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല ഫുഡായിരുന്നു കേട്ടോ. വിഷ്ണുട്ടൻ വീറ്റ് പൊറോട്ടയും പനീർ കറിയാണ് വാങ്ങിച്ചത്. വിഷ്ണുട്ടൻ ഈ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്രെഡ് ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. ചോറിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്കും ചോറിനോട് ഇപ്പോൾ വലിയ താല്പര്യമില്ല. പക്ഷേ എന്നാലും ചട്ടിച്ചോറ് കഴിക്കാനൊരു ആഗ്രഹം. ഞങ്ങളുടെ ചേച്ചി വന്ന് എപ്പോഴും കഴിക്കാറുണ്ട്. എനിക്കിതിനകത്ത് ഒറ്റ കുറവ് മാത്രമേ തോന്നിയുള്ളൂ ഗൈസ്. ഒരു ചമ്മന്തിയും കൂടി വെക്കേണ്ടായിരുന്നു, ഒരു തേങ്ങ ചമ്മന്തിയും കൂടി വെക്കേണ്ടായിരുന്നു. 10-16 കൂട്ടം കറിയുണ്ട് അതിനകത്ത്. പക്ഷേ ഒരു തേങ്ങ ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരിക്കും. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സിനിമ കാണാൻ വന്നിട്ട് ഈ ചട്ടിച്ചോറൊന്നും വാങ്ങിക്കരുത് കേട്ടോ. കാര്യം നമ്മുടെ വയറ് നിറഞ്ഞായിരിക്കും നമ്മൾ താഴോട്ട് ഇറങ്ങി വരുന്നത്. ഉള്ള പോപ്കോണും വെള്ളവും കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്ന് ഈ ചട്ടിച്ചോറും കൂടെ കഴിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് പിടിച്ച പണിയാണ് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചത് അത് കൂന്തൽ ഫ്രൈ അല്ല, മറ്റേന്ന് ഗസ് എന്തൊക്കെയാണോ ഞാൻ പറയുന്നത്, ചൂട ഫ്രൈ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കണവ ഫ്രൈ ആയിരുന്നു. ചൂട ഫ്രൈ വേറെ ഉണ്ടായിരുന്നു. പിന്നെ മീൻകറി, സാമ്പാർ, രസം, പായസം, ഓംലെറ്റ്, പിന്നെ ചീരത്തോരൻ, കൊഞ്ച് വറുത്തത്. അത് ചെറിയ കൊഞ്ചല്ല കേട്ടോ, വലിയ കൊഞ്ചാണ്. പിന്നെ അവിയൽ, പിന്നെ കൊച്ചുള്ളി, പിന്നെ എന്തായിരുന്നു പച്ചടി, കാച്ചിയ മോര്, മഞ്ഞ കളറിലെ പച്ചമുളക്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. 385 രൂപ എങ്ങാണ്ടാണ് ഇവിടെ ഒരു ചട്ടിച്ചോറിന് വില വരുന്നത്. പക്ഷേ ഒത്തിരി കറികളൊക്കെ ഉണ്ട്. ടൈഗർ പ്രോൺസ് ഒക്കെയാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൻ്റെയൊക്കെ കാശായിരിക്കും. ഇത് സീ ഫുഡ് ചട്ടിച്ചോറാണ്. പിന്നെ നോൺ വെജ് ചട്ടിച്ചോറുണ്ട്. മിക്കവാറും അതിനകത്ത് ബീഫും ചിക്കനും ഒക്കെ വരും, മീൻ കറി വരും. എനിക്കൊന്ന് അതിനകത്ത് ഈ കൂന്തൽ ചിക്കൻ എന്തുവായിരുന്നു നമ്മുടെ കൊഞ്ച് അതൊന്നും വരത്തില്ലെന്ന് തോന്നുന്നു. അതിന് പകരം ബീഫും ചിക്കനും ഒക്കെ ആയിരിക്കും വരുന്നത്. വിഷ്ണുട്ടൻ വീറ്റ് പൊറോട്ടയും പനീർ കറിയും കഴിച്ചു. ഞാനും അത് കഴിച്ചു കേട്ടോ. ഇതാണ് അതിൻ്റെ കിച്ചണൊക്കെ വരുന്നത്. പിന്നെ തിരിച്ചു വരുന്ന വഴി അമ്മയ്ക്ക് പച്ചക്കറിക്ക് വേണ്ടി കുറച്ച് വലയും കമ്പിയൊക്കെ വാങ്ങിക്കാനായിട്ട് കയറി. പിന്നെ നമ്മുടെ കാവപ്പടിക അമ്പലത്തിൽ ഇന്ന് എതിരേപ്പ് തുടങ്ങുകയാണ് ഗൈസ്. ഞാനിത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്, ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇന്നലെ നമ്മുടെ അമ്പലത്തിൽ എതിരേപ്പ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വരുന്ന വഴി 3:15 ഇശാൻകുട്ടനെ കൂടെ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇതാണ് നമ്മുടെ ഇശാൻകുട്ടൻ്റെ അംഗനവാടി. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ പരിപാടിയാണ് ഗൈസ് ഇതൊക്കെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.